ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മി പറയാണ് ഗോവിന്ദനെ പരമാവധി സ്നേഹിക്കണം എന്നൊക്കെ പറയാണ്. അതുമാത്രമല്ല, നമ്മുടെ രാധികാമ്മയുടെ കള്ളത്തരവും നീ തന്നെ പൊളിച്ച് മുമ്പിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗീതു ആണെന്നുണ്ടെങ്കിൽ രാധികാമ്മടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ കള്ളത്തരവും കള്ളനാടകവും കപട സ്നേഹമൊക്കെ ഞാൻ തന്നെ ഗോവിന്ദ് സാറിൻ്റെ മുമ്പിൽ പൊളിച്ചടക്കും. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് മുതൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ കള്ളനാടകം, അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടാനമ്മ എന്ന് പറഞ്ഞിട്ട് പൊന്നു മോനെപ്പോഴും നിങ്ങൾ നോക്കുന്നില്ല കണ്ണൻ, അയാൾ തന്നെ നിങ്ങളെ അടിച്ച് പുറത്താക്കി വിടും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മകനുണ്ടല്ലോ വരുൺ, 2 പേരെ അടിച്ച് പുറത്താക്കുമെന്ന് പറയണം. അതിനുശേഷം ഗോവിന്ദന് മുമ്പിൽ ഗീത നന്നായിട്ട് അഭിനയിക്കുക കേട്ടോ. ഭയങ്കര പ്രണയനാടകമാണ്. ഗോവിന്ദൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഗോവിന്ദനെ കൊണ്ട് മനഃപൂർവ്വം കെട്ടിപ്പിടിപ്പിക്കുന്നുണ്ട് ഗോവിന്ദനെ ഗീതുവിനെ. അതിനുശേഷം എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദായിട്ട് കൂടുതൽ അടുക്കുക കേട്ടോ. പക്ഷേ ഗോവിന്ദൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാതെ ഗീതു ഒന്ന് പ്രണയിച്ച് പോകുന്നുണ്ട്. അറിയാതെ ആണെങ്കിലും പതുക്കെ പതുക്കെ ഗീതുവിൻ്റെ മനസ്സ് ഗോവിന്ദനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് വിജയലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിജയലക്ഷ്മി മാഡം ഗോവിന്ദനായിട്ട് പ്രണയനാടകം നടക്കാൻ പറഞ്ഞത്. കാരണം ഉള്ളിലുള്ള പ്രണയം പുറത്ത് വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഗീതു പ്രണയനാടകം നടത്തുന്ന സമയത്തെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഗീതുവിൻ്റെ ഉള്ളിലുള്ള ആ പ്രണയം പുറത്തേക്ക് വരുവാണ്. ഗോവിന്ദനെ കണ്ണ് നോക്കി മാത്രം ഗീതുക്ക് അഭിനയിക്കാനേ പറ്റുന്നില്ല. ഗോവിന്ദാണെങ്കിൽ ഇവൾ എന്തൊക്കെയാണ് കാണിക്കണത് എന്നൊന്നും മനസ്സിലാവാണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. എവിടെ പോകുമ്പോഴും ഗീതു മുമ്പിലും പുറകിലും എല്ലായിടത്തും ഗീതു ഗോവിന്ദനെ വട്ടുപിടിക്കുന്നുണ്ട്. അതേസമയം പണി കഴിഞ്ഞ് വരുമ്പോഴൊക്കെയാണെങ്കിലോ ഗീതു ഒരു ഉത്തമ ഭാര്യനെ പോലെ പൂമുഖവാദിക്കൽ സ്നേഹം കൊണ്ട് പാതി നാണമായിട്ടുള്ള മുഖത്തോടു കൂടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദന് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ പ്രണയനാടകമാണ്. ഇവൾ എന്തിനാ ഇങ്ങനെ നാടകം കളിക്കുന്നത്, അതുമാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. ചിരിച്ചുകൊണ്ട് ഗീതു അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഗോവിന്ദന് ഒരു കാര്യം അറിയാം, ഒരിക്കലും ഗീതുക്ക് മനസ്സിലായിട്ടില്ല വിജയലക്ഷ്മി ഗോവിന്ദൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രം ഗീതുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരം മാത്രമേ ഗോവിന്ദനുള്ളൂ. എന്തായാലും അടുത്ത ആഴ്ച ഫുള്ള് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളായിരിക്കും കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നും നാളെയും എപ്പിസോഡൊന്നും ഇല്ല, ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. ബൈ ബൈ.